ഗുഡ് ഈവനിങ്. ഇത് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. തൈറോയ്ഡ് ഗ്ലാൻഡ് ബോഡിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ തൊണ്ടയിൽ ഈ ഫ്രണ്ടിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ നിൽക്കുന്ന ഒരു ഗ്ലാൻഡാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പുറകിൽ തന്നെ പാരാതൈറോയ്ഡ് എന്ന് പറഞ്ഞ 4 ഗ്ലാൻഡുകളും അതിൽ തന്നെ ഒട്ടിച്ചേർന്ന് ചെറിയ രീതിയിൽ ഉണ്ട്. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനാണ് നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് 2 ഹോർമോണുകളെ ഉണ്ടാക്കുന്നുണ്ട്, T3 T4. ട്രൈ ഐഡോ തൈറോയിൻ എന്നാണ് T3 പറയുന്നത്, തൈറോക്സിൻ എന്നാണ് T4 എന്ന് പറയുന്നത്. പക്ഷേ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് തലയില് ഹൈപ്പോതലാമസിന്റെ കീഴിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ പോർഷനിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് തീരുമാനിക്കുന്നത് ബോഡിയിൽ തൈറോയിഡിന്റെ അളവ് കൂട്ടണോ കുറയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇതാണ്. അപ്പം ഇത് എന്താ ചെയ്യുന്നത്? ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, കൂട്ടണമെങ്കിൽ കൂട്ടാൻ, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ. അപ്പം അതിനനുസരിച്ചാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിനെയും ട്രൈ ഐഡോ തൈറോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതുകൂടാതെ ഇതിനൊരു ഫംഗ്ഷൻ കൊണ്ട് കാൽസിറ്റോണിൻ എന്ന് പറയും. അത് കാൽസിറ്റോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. അത് ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാതെയും ബോണിലേക്ക് ബോൺ റിസോർപ്ഷന് വേണ്ടിയിട്ട് കാൽസ്യത്തെ എടുക്കാതെയും ബ്ലഡിൽ കാൽസ്യത്തെ ഇൻക്രീസ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നതാണ് ഈ കാൽസിറ്റോണിന്റെ മെയിൻ പരിപാടി. മനസ്സിലായോ? ഇതാണ് സംഭവം. ഇനി ഇതുകൂടാതെ ഈ തൈറോയ്ഡ് അല്ലെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തെല്ലാം ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ എന്തെല്ലാമാണ് ചെയ്യുന്നത്? അതായത് മെയിൻ ഫംഗ്ഷൻ മെറ്റാബോളിസം ആണ്. മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധനം നമ്മുടെ ടിഷ്യൂവിന് സ്വീകരിക്കാൻ, അല്ലെ സെല്ലുകള് ടിഷ്യൂ, ഇങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷൻ നടക്കുന്നത്. ഇത് സെല്ലിന് ഒരു നിലനിൽക്കാനും മുന്നോട്ട് പോകാനും എനർജി വേണം. ഈ എനർജീനെ കൊടുക്കുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, ഇതൊക്കെയാണ്. മെയിൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റിനെ ബോഡി സ്വീകരിച്ച് എനർജി ഉണ്ടാക്കി സെല്ലിന്റെ പ്രവർത്തനം നടത്തുന്നതിനാണ് ഈ മെറ്റാബോളിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ മെറ്റാബോളിസം നടത്തുക എന്ന് പറയുന്ന സംഭവമാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ മെയിൻ ഫംഗ്ഷൻ. മനസ്സിലായോ? അപ്പം മെറ്റാബോളിസം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത്, ഹാർട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്താലേ മെറ്റാബോളിസം നടക്കത്തുള്ളൂ. അപ്പം ഹാർട്ട് റേറ്റ് റെഗുലേഷൻ ഉണ്ടാവും. ഒപ്പം എന്തിനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെറ്റാബോളിസം ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിനെയൊക്കെയാണ്. പക്ഷെ ഇത് പ്രോട്ടീന്റെ മെറ്റാബോളിസത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. പിന്നെ അതുകൂടാതെ ഇത് രണ്ടും ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് വേണം? ടെമ്പറേച്ചർ, ചൂടുണ്ടാക്കിയാണ്. ഈ മെറ്റാബോളിസം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹീറ്റ് ബോഡിയിൽ ഉണ്ടാവും. നമ്മളൊന്ന് ഓടാൻ പോകുമ്പോൾ നമ്മുടെ ബോഡി വേർക്കും. എന്നാൽ അവിടെ മെറ്റാബോളിസം ആണ്. സെല്ല് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് എടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് വേർത്തു, എനർജി പുറത്തേക്ക് വന്നു. അത് എനർജി ഒരുപാട് സെല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. അപ്പൊ തെർമോ റെഗുലേഷൻ. പിന്നെ ബ്രെയിനിന്റെയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെയും കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിൻ, ട്രൈ ഐഡോ T3 T4 ഹോർമോണുകളാണ്. മനസ്സിലായി? ഇതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടിയും കുറഞ്ഞു നിൽക്കും. അതായത് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആവശ്യത്തിൽ കൂടുതൽ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ T3 T4 തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടിയും
T3 T4 അളവ് കുറഞ്ഞു നിന്നാൽ നമുക്ക് മനസ്സിലാക്കിക്കോണം ഇത് ഡെഫിഷ്യൻസിയാണ്. കാരണം കൂടുതൽ ഹോർമോൺ അവിടുന്ന് പുറപ്പെടുവിച്ചിട്ടും ഇതിനെ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ ഗ്ലാൻഡിന് പറ്റുന്നില്ല. അപ്പൊ ഡെഫിഷ്യൻസിയാണ്, ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു സംഭവമുണ്ട്. ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൺഫ്യൂഷൻ അടിച്ചു പോകും രണ്ടും തമ്മിൽ. അപ്പം നമ്മൾ പറഞ്ഞല്ലോ മെറ്റാബോളിസത്തെ കുറയ്ക്കുക, അതായത് ഒരു മെറ്റാബോളിസവും ബോഡിയിൽ നല്ല സ്പീഡിൽ നടക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് സംഭവം. അപ്പൊ സ്വാഭാവികം എന്തായാലും മെറ്റാബോളിസം നടക്കുന്നില്ലെങ്കിൽ ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല. ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാകാത്തതുകൊണ്ട് കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവും. അതായത് ചൂടുണ്ടാക്കാനായിട്ട് ബോഡിക്ക് സ്വയം പറ്റാത്തത് കൊണ്ട് തണുപ്പുള്ള ഏത് ക്ലൈമറ്റിൽ ചെന്നാലും ഈ വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ. പിന്നെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, BP, ഈ മൂന്നൊന്നും അധികം ഫങ്ഷൻ ഒന്നുമില്ല. കാരണം അധികം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. കാരണം എനർജി ഉണ്ടാക്കുന്ന, പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന പരിപാടി ബോഡിയിൽ നടക്കുന്നില്ല. അപ്പം ഇത് മൂന്നും സ്ലോ ആയിരിക്കും. പിന്നെ ഇത് ബ്രെയിനിലേക്ക് വലിയ പവറിൽ മെറ്റാബോളിസം നടത്തുന്നില്ല. കാരണം ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ മെറ്റാബോളിസം നടത്താനായിട്ട് എനർജി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഓർഗൻ. പക്ഷെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് മെറ്റാബോളിസം നടത്താത്തത് കൊണ്ട് എന്ത് പറ്റും? ഫാറ്റീഗ്, ടയർഡ്നെസ്, വീക്ക്നെസ് ഉണ്ട്. കാരണം ബ്രെയിൻ ആക്റ്റീവ് അല്ല. മനസ്സിലായോ? ഒരു കുക്കിനെസ് ഇല്ല ആൾക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ഓർമ്മക്കുറവ്, ബുദ്ധിമാന്ദ്യം ഇതെല്ലാം ഈ പേഷ്യന്റിന് ഉണ്ടാവും. പിന്നെ ഇത് മെറ്റാബോളിസം ബോഡി നടക്കാത്തത് കൊണ്ട് തന്നെ പേഷ്യന്റിന് അപ്പിറ്റൈറ്റ് ഇല്ല, വിശപ്പില്ല. കാരണം ഫുഡൊന്നും പുള്ളിക്ക് വേണ്ട. കാരണം ബോഡിയിലെ എനർജി യൂസ് ആവുന്നില്ല. മനസ്സിലായോ? പക്ഷേ ആളിന്റെ വെയിറ്റ് ഓവർ ആയിരിക്കും. കാരണം എന്നാ, ഇച്ചിരിയെ കഴിക്കുന്നുള്ളെങ്കിലും കഴിക്കുന്ന സാധനം നമ്മുടെ ബോഡിയുടെ ബിൽഡപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്നാ, അത് ബോഡി കെട്ടിക്കിടക്കുക. മനസ്സിലായോ? പുറത്തേക്ക് പോണില്ല. അപ്പം വെയിറ്റ് കൂടും. പിന്നെ സ്വാഭാവികമായിട്ട് പെരിസ്റ്റാലിസിസ് മൊമെന്റിനെ ഇത് കുറയ്ക്കും. അതായത് പേഷ്യന്റിന്റെ പെരിസ്റ്റാലിസിസ് മൊമെന്റ് കുറയ്ക്കുന്നത് കൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. കാരണം ഒന്നും കഴിക്കുന്നില്ല, പേഷ്യന്റ് അധികമായിട്ട് ആഹാരം കഴിക്കുന്നില്ല. അപ്പൊ പെരിസ്റ്റാലിസിസ് മൊമെന്റ് പതിയെ പതിയെ കുറഞ്ഞു പോകും. കുറഞ്ഞ ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആവും. പിന്നെ മെൻസ്ട്രൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. കാരണം നമ്മുടെ നല്ല ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ മാത്രമല്ലേ മെൻസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരത്തുള്ളൂ. അപ്പം അത് ഡിസ്ട്രക്ഷൻ ആവും. കാരണം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അവിടെ ഇല്ല. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ആവശ്യം സ്ത്രീകൾക്ക് ആയതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. കാരണം ആൾക്ക് കൊച്ചിനെ ഡെലിവറി ചെയ്യാനുള്ള, പ്രഗ്നന്റ് ആക്കാനുള്ള ശേഷി കുറഞ്ഞു പോകും. പിന്നെ ഹെയർ ലോസ് ഉണ്ടാവും. നന്നായിട്ട് ഹെയർ ലോസ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് മിക്സഡിമ. മിക്സഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരി ഓർബിറ്റൽ ക്യാവിറ്റിയിൽ കണ്ണിന്റെ ഇവിടെയും മുഖത്തും ഒക്കെ ഭയങ്കര പഫ്നെസ് വന്നിട്ട് കണ്ണിന്റെ ഇവിടെ ഒരു എഡിമ പോലെ വന്ന് വീർത്തിരിക്കുന്നതിനാണ് മിക്സഡിമ എന്ന് പറയുന്നത്. ഇതൊക്കെ സീരിയസ് കണ്ടീഷനാണ്. പിന്നെ ഗോയിറ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗോയിറ്റർ ഉണ്ടാവും. ഇതാണ് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രശ്നം. എന്നാൽ ഹൈപ്പർ തൈറോയിഡിസോ നേരെ തിരിഞ്ഞു. കേട്ടോ, മെറ്റാബോളിസം ഭയങ്കര കൂടുതലാണ്. ഒരുപാട് ഭയങ്കരമായിട്ട് വരുന്ന എനർജീനെ മുഴുവൻ കത്തിച്ചു കളയുക. അപ്പൊ എന്നാ പറ്റും? ഭയങ്കരമായിട്ട് എനർജി കത്തിച്ചു കളയുന്നതുകൊണ്ട് പേഷ്യന്റ് ബോഡിയിൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ഉണ്ടാക്കുക. അപ്പൊ ചൂടുള്ള ക്ലൈമറ്റും ചൂടുള്ള സാഹചര്യവും പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓവറായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. മെറ്റാബോളിസം ഭയങ്കര സ്പീഡിൽ നടക്കുക. മനസ്സിലായി? മെറ്റാബോളിസമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും പറയുന്നത്. പിന്നെ ഹീറ്റ് ഇൻടോളറൻസ്, ഹീറ്റിനെ സഹിക്കാൻ പേഷ്യന്റ് പറ്റുന്നില്ല. ഒപ്പം ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, BP ഇത് മൂന്നും ബൂസ്റ്റപ്പ് ചെയ്യും. കാരണം നല്ല എനർജി വേണം. എനർജി ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഇത് ഹാർട്ടും ലങ്സും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഫങ്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ബ്രെയിനിലാണ് പ്രശ്നം. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ബ്രെയിൻ തണുത്ത് കിടക്കുക. ഇവിടെ ബ്രെയിന് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടായേക്കുക. അപ്പൊ എന്നാ ചെയ്യും? പേഷ്യന്റിന് ഭയങ്കരമായിട്ട് ഓവർ പവർ ബ്രെയിനിലേക്ക് വന്നു കഴിയുമ്പോൾ പേഷ്യന്റിന് ഭയങ്കരമായിട്ട് അരിശം വരും. അജിറ്റേഷൻ, ഇറിറ്റബിലിറ്റി, നെർവസ്നെസ്, കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കും, ട്രമർ, ഇങ്ങനെ അരിശം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കും. ആ അവസ്ഥ ഉണ്ടാവും. കാരണം നല്ല പവറാ, ബ്രെയിൻ നല്ല പവറാ. മനസ്സിലായോ? അതിനനുസരിച്ച് അത്രമാത്രം എനർജി ബ്രെയിനിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനെ കത്തിച്ച് കളയണം. മനസ്സിലായോ? ഭയങ്കരമായിട്ട് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒപ്പം പേഷ്യന്റിന് ഭയങ്കര അപ്പിറ്റൈറ്റാണ്. കാരണം ഇത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോഡിയിൽ നന്നായിട്ട് വിശപ്പുണ്ടാവും. അപ്പൊ നന്നായിട്ട് പേഷ്യന്റ് ആഹാരം കഴിക്കും. പക്ഷെ വെയിറ്റ് ലോസാണ്.
കാരണം ഈ എനർജി കഴിക്കുന്ന ആഹാരത്തെ മുഴുവൻ ബോഡി എടുത്ത് കത്തിച്ച് കളയുക. മനസ്സിലായോ? പിന്നെ ഡയഫോറിസ്, ഭയങ്കര സ്വെറ്റിങ്, എവിടെ കൊണ്ടുപോയിരുന്നാലും വേർത്തൊലിക്കും. കാരണം ഇത്രയും എനർജി ഉണ്ടാകുമ്പോൾ ഇത്രയും ഹീറ്റ് ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പേഷ്യന്റ് നല്ല എനർജറ്റിക് ആയതുകൊണ്ട് പേഷ്യന്റ് ഉറക്കയില്ല. മനസ്സിലായോ? പിന്നെ വേറെ സംഭവമാണ് ഡയേറിയ. കാരണം ഓവർ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ്, ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് പേഷ്യന്റ് വിശപ്പിനനുസരിച്ച്. അപ്പൊ കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി ദഹിപ്പിക്കാൻ ചിലപ്പോൾ പറ്റാതെ ഓവർ ഡയറിയ ആയിട്ട് വരും. ഒപ്പം പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ബോഡിയിൽ കൂടിയേക്കുക. കാരണം ഡൈജഷൻ നടക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് ഡയറിയ ഒക്കെ ഉണ്ടാവും. പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയാ. മനസ്സിലായോ? നേരത്തെ വരാൻ തുടങ്ങും. ഭയങ്കര എനർജറ്റിക് ആണ് ആള്. മനസ്സിലായോ? പിന്നെ ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് എക്സോപ്താൽമിയ. അതായത് കണ്ണിങ്ങനെ മിഴിച്ചിങ്ങനെ നിൽക്കും. എക്സോപ്താൽമിയ എന്ന് പറയും. ഇങ്ങനെ മിഴിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ എപ്പം നോക്കിയാലും. പിന്നെ ഗോയിറ്റർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചർ. പിന്നെ ഇതിന്റെ മെഡിക്കേഷൻ ആണ്. ഈ ഹൈപ്പോതൈറോയിഡ്സിന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ എന്താ? ലിവോതൈറോക്സിൻ, എല്ലാവർക്കും അറിയാം. അത് രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന മെഡിസിൻ ആണ് ഇത്. രാവിലെ തന്നെ ഇത് കഴിക്കണം. കാരണം ബൂസ്റ്റ്, നല്ല എനർജി ഉണ്ടാകാനായിട്ടാണ്. രാത്രി കഴിച്ചാൽ ഉറക്കം ഉണ്ടാകത്തില്ല. ഇവിടെ കൊടുക്കുന്നോ ഇത് കുറയ്ക്കാനുള്ള മെഡിസിൻസ്. അതിലെല്ലാം മെത്തിമാസോള്, പ്രൊഫൈൽ തയോറാസിൽ, പൊട്ടാസ്യം അയോഡൈറ്റ്, സ്ട്രോങ് അയൺ സൊല്യൂഷൻ. ഈ 3 മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇതിന്റെ കുറയ്ക്കാനായിട്ട്. പിന്നെ സിംറ്റം ബേസ്, ഇത് ഡയറി എങ്ങനെ കൂടി കഴിയുന്ന അതിനനുസരിച്ചൊക്കെ നമ്മൾ മെഡിസിൻസ് കൊടുക്കും. ഇതാണ് മെയിനായിട്ട് സംഭവം. ഓക്കെ, താങ്ക് യു.